ഇനിയും പപ്പടവും ലേസും പറഞ്ഞ് കളിയാക്കട. എന്തേ കളിയാക്കുന്നില്ലേ? സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കൊല്ലംകാരുടെ കമന്റുകളാണ്. പ്രളയത്തിൽ മുങ്ങിയതോടെ പത്തനംതിട്ട റോഡുകളിലേക്ക് ഇരച്ചിറങ്ങിയിരിക്കുകയാണ് കൊല്ലത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ. പത്തനംതിട്ടയുടെ ഉൾഗ്രാമങ്ങളിലേക്കും മലവെള്ളപ്പാച്ചിലിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന മനുഷ്യർക്കിടയിലേക്കും കേരളത്തിന്റെ സൈന്യം അവരുടെ ജീവൻ പണയം വെച്ചിറങ്ങിയിരിക്കുന്നു. കൊല്ലത്ത് നിന്ന് ബോട്ടുകളുമായി എത്തിയ മത്സ്യത്തൊഴിലാളികളുടെ ആ വരവ് സോഷ്യൽ മീഡിയയിൽ BGM ഇട്ട് ആഘോഷമാക്കുകയാണ് കൊല്ലംകാരും. കേരളത്തിലെ ഏറ്റവും വെടക്ക് ജില്ലയെന്ന് മറ്റ് ജില്ലക്കാരിൽ പലരും സോഷ്യൽ മീഡിയയും ഒക്കെ ട്രോളുന്നൊരു കാലത്ത് വെള്ളം പൊങ്ങുമ്പോൾ ഈ വെടക്കുകൾ ഇറങ്ങുമെന്ന് അവർ വീണ്ടും തെളിയിക്കുന്നു. ഈ വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ വീണ്ടും അവർ നേരിടാൻ പോകുന്നത് അവഗണനയാണ്. 2018 പ്രളയകാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മത്സ്യത്തൊഴിലാളികളെ കേരളത്തിന്റെ സൈന്യമെന്ന് വിളിച്ചത്. എന്നാൽ ആ സർക്കാരും പിന്നീട് മത്സ്യത്തൊഴിലാളികളോട് അവഗണന കാണിച്ചു. വീണ്ടും കഴുത്തറ്റം വെള്ളത്തിൽ ജനം പിടയുമ്പോൾ എല്ലാം മറന്ന് അവർ ഇറങ്ങിയിരിക്കുന്നു. ഈ സർക്കാരും അവരോട് അവഗണനയെ കാണിക്കൂ. പക്ഷേ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ദുരിതകാലത്ത് ആരും ആവശ്യപ്പെടാതെ തന്നെ ആ പാവങ്ങൾ സഹായത്തിനെത്തും. 10 ബോട്ടുകളുമായിട്ടാണ് 40ഓളം മത്സ്യത്തൊഴിലാളികൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നത്. കേരളത്തിന്റെ ഏതെങ്കിലും ഭാഗത്തൊരു തല്ല് നടന്നാൽ ഇത് കൊല്ലംകാരാണെന്ന് സോഷ്യൽ മീഡിയയിൽ കമന്റോട് കമന്റാണ്. ഏത് ജില്ലയാണെന്ന് വാർത്തയിൽ പറയുന്നതിന് മുന്നേ തന്നെ മലയാളികൾ ഇത് കൊല്ലം തന്നെയാണെന്ന് അവരങ്ങ് ഉറപ്പിക്കും. പപ്പടത്തിനും ലേസിനും കപ്പലണ്ടയ്ക്കും വരെ അടിയുണ്ടാക്കി. തല്ല് നാടെന്ന് പേരെടുത്ത ജില്ല അതാണ് കൊല്ലം. കൊല്ലത്ത് എവിടെയെങ്കിലും അടി നടന്നാൽ അത് വാർത്തയാക്കാൻ ചാനലുകളും മത്സരിക്കും. കാരണം ആ വാർത്തയ്ക്ക് നല്ല വൈറാലിറ്റി ഉണ്ട്. പരിഹസിക്കുകയും ട്രോളുകയും ചെയ്ത അതേ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികളെ അഭിനന്ദിക്കുകയാണ്. ഞങ്ങളുടെ സൈന്യം ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പല റീലുകളും പോകുന്നത്. പത്തനംതിട്ടയിലേക്ക് മത്സ്യത്തൊഴിലാളികൾ അവരുടെ ബോട്ടുമായി ഇറങ്ങിയതോടെ ആ ജില്ല വലിയൊരു ആശ്വാസത്തിലാണ്. കാരണം റാന്നിയും ആറന്മുളയും തുടങ്ങിയ ഒരുപാട് പ്രദേശങ്ങളാണ് ഒറ്റപ്പെട്ട് കിടക്കുന്നത്. വീടുകളിലേക്കും കടകളിലേക്കും ഒക്കെ വെള്ളം ഇരച്ചു കയറി ജനങ്ങൾക്ക് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ദുരിതത്തിൽ കഴിയുന്ന മനുഷ്യർ, അതാണിപ്പോൾ പത്തനംതിട്ടയുടെ ഒരു അവസ്ഥ. അവിടേക്കാണ്, ആ പ്രശ്നബാധിത മേഖലകളിലേക്കാണ് മത്സ്യത്തൊഴിലാളികൾ അവർ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ സുരക്ഷ പോലും നോക്കാതെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ആ മനുഷ്യർക്ക് കയ്യടി കൊടുക്കണം. കാരണം എല്ലാ കാലത്തും 2018 മുതൽ കേരളം ഓരോ വർഷത്തിലും പ്രളയ ദുരന്തത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോഴൊക്കെയും മത്സ്യത്തൊഴിലാളികൾ രംഗത്തിറങ്ങാറുണ്ട്. അവർ ആരും ആഹ്വാനം ചെയ്യാതെ തന്നെ സ്വയമേ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുന്നവരാണ്. ലോറികളിലൊക്കെ ബോട്ടുകൾ കയറ്റിയാണ് പ്രശ്ന ബാധിത മേഖലകളിലേക്ക് എത്തുന്നത്. പിന്നീട് ഊണില്ല, ഉറക്കമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, രക്ഷാപ്രവർത്തനം തന്നെയാണ്. ചെറിയ റോഡുകളിലൂടെയും മരങ്ങൾ കടപുഴകി വീഴുന്ന മരങ്ങൾക്കിടയിലൂടെയും ഒക്കെയാണ് ബോട്ടുകളിലൂടെ ഇവർ രക്ഷാപ്രവർത്തനത്തിന് ഓരോ മനുഷ്യരുടെയും അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നൂറ്റാണ്ടിലെ ആദ്യ പ്രളയം മലയാളി അനുഭവിച്ചത് 2018 പിന്നെ 2019. 2 പ്രളയത്തിലും പ്രളയ ജലത്തെ വകഞ്ഞു മാറ്റി കുതിച്ചെത്തിയത് പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ സൈന്യമെന്ന് വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. ഇന്ന് അവർക്കൊരു ഗ്രൂപ്പുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും ചേർന്നുള്ള ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോൾ തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ ചാടി അങ്ങ് ഇറങ്ങുകയാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി. 2018 പ്രളയത്തിന് ശേഷം 2 വർഷത്തിന് ശേഷമാണ് ഈ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയത്. കേരളത്തിന്റെ സൈന്യം എന്നാണ് ആ ഗ്രൂപ്പിന്റെ പേര്. ഇന്ന് ആഴക്കടലിലെയും പൊഴിമുഖത്തെയും അപകടങ്ങൾ ആദ്യം അറിയുകയും രക്ഷാപ്രവർത്തനത്തിനായി ആദ്യം ഓടിയെത്തുകയും ചെയ്യുന്നു. കേരള തീരത്തങ്ങോളം ഇങ്ങോളമുള്ള ഈ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങളും വിജിലന്റ് ആണ്. പ്രളയത്തിന് പിന്നാലെ രൂപപ്പെട്ട ഗ്രൂപ്പാണിത്. ഇന്ന് വീണ്ടും ആ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി സജീവമായിരിക്കുകയാണ് ഈ ഗ്രൂപ്പ്. കേരളത്തിന്റെ ഏതാണ്ട് 600 കിലോമീറ്റർ തീരത്തെ മത്സ്യത്തൊഴിലാളികൾ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കൊച്ചിയുടെ ഉൾഗ്രാമങ്ങളിലൂടെ ആരെങ്കിലും ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ടോ, ആളുണ്ടോ, ഏയ് ഓയ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് തൊണ്ട പൊട്ടിച്ച് തെങ്ങുകൾക്കിടയിലൂടെ, മരങ്ങൾക്കിടയിലൂടെ, വീടിന്റെ പടിക്കൽ വരെ റോഡിലൂടെയും പറമ്പുകളിലൂടെയും ഒക്കെ വള്ളം തുഴഞ്ഞ് എത്തിയത്. 2018 ആ കാഴ്ച കേരളം ഇന്നും മറക്കില്ല.
ആയിരങ്ങളെയാണ് അവർ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചത്. ദിവസങ്ങൾക്കുള്ളിൽ വെള്ളം ഇറങ്ങിപ്പോയി. വള്ളങ്ങൾ തിരികെ വലിയ ലോറികളിൽ കയറ്റി തീരങ്ങളിലേക്ക് തിരിച്ചെത്തി. പ്രളയബാധിത പ്രദേശങ്ങളിലെ ക്യാമ്പുകളിലേക്ക് മാറിയവർ അവരുടെ വീടുകളിലേക്കും തിരിച്ചെത്തി. വള്ളം കയറ്റിയ ലോറിയോടൊപ്പം പല മത്സ്യത്തൊഴിലാളികളും തീരദേശത്തെ തങ്ങളുടെ വീടുകളിൽ തിരിച്ചെത്തിയപ്പോഴേക്കും അവർ കണ്ടത് വീട് നിന്നിരുന്ന പറമ്പോടെ കടൽ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ്. അതായത് സ്വന്തം കുടുംബത്തിന്റെ പോലും സുരക്ഷ മറന്നുകൊണ്ടാണ് അവർ കേരളത്തിലെ ഓരോ വെള്ളം കയറിയ പ്രദേശങ്ങളിലേക്കും രക്ഷാപ്രവർത്തനത്തിന് എത്തിയത്. അവരുടെ കുടുംബാംഗങ്ങൾ അടുത്തുള്ള സ്കൂളുകളിലെ താൽക്കാലിക ക്യാമ്പുകളിലേക്ക് മാറിയത്. 2018 ആ കാഴ്ചകൾ കേരളത്തിന് മറക്കാൻ കഴിയുമോ? മറക്കരുത്. മറന്നുപോയാൽ അത് നമ്മൾ മത്സ്യത്തൊഴിലാളികളോട് ചെയ്യുന്ന നന്ദികേടായി മാറും. ഒടുവിൽ പ്രളയാനന്തരം മുഖ്യമന്ത്രി ജനങ്ങളോട് സംസാരിക്കവേ പ്രളയകാല രക്ഷാപ്രവർത്തകരെ കേരളത്തിന്റെ സൈന്യം എന്ന് അഭിസംബോധന ചെയ്തു. നഷ്ടങ്ങളെക്കാളേറെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച ദിവസമായിരുന്നു അതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ഒരൊറ്റ അഭിസംബോധനയിൽ മത്സ്യത്തൊഴിലാളികൾ അവരുടെ നഷ്ടങ്ങളൊക്കെയും മറന്നു. പ്രളയകാലം പിന്നെ വാട്സാപ്പ് സൗഹൃദങ്ങളിലേക്ക് വികസിച്ചു. പിന്നീട് പല നാട്ടിൽ നിന്ന് ഒത്തുകൂടിയപ്പോൾ അതൊരു വലിയ സൗഹൃദ കൂട്ടായ്മയായി മാറി. കൂട്ടായ്മയ്ക്ക് ഒരു പേരെന്ന ആവശ്യത്തിലേക്ക് ഭൂരിപക്ഷവും നിർദ്ദേശിച്ചത് കേരളത്തിന്റെ സൈന്യം എന്നായിരുന്നു. മഴക്കാലത്ത് ഉൾക്കടലിൽ പെട്ടുപോകുന്ന വള്ളങ്ങൾക്ക് കരയിലേക്കുള്ള വഴി കാട്ടാൻ തീരസേന പോലും മടിച്ചു നിൽക്കുമ്പോൾ, കടലിന്റെ വിശ്വാസത്തിൽ ആ ദൗത്യം സ്വയമേ ഏറ്റെടുത്ത് കൂടെയുള്ളവർ പോകുമ്പോൾ, ഒപ്പം വിവരങ്ങൾ അന്വേഷിച്ച് കരയിലും ഒരു കൂട്ടം മനുഷ്യരുണ്ടാകും. താനൂരിലെ ബോട്ട് അപകടത്തിലും മുതലപ്പൊഴിയിലെ അപകടങ്ങളിലും കോഴിക്കോട് ബോട്ട് കത്തിയപ്പോഴും ഗ്രൂപ്പിലെ അംഗങ്ങൾ പ്രശ്നങ്ങളിൽ ഇടപെട്ടു. രക്ഷാദൗത്യങ്ങൾ ഏകോപിപ്പിച്ചു. ഒന്നിച്ചു നിന്നു അവർ. ആ ഗ്രൂപ്പിൽ അഡ്മിൻ വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. അതാണ് ഏറ്റവും പ്രത്യേകതയുള്ളത്. അതായത് ഇവിടെ രാഷ്ട്രീയം പറയരുത്, രാഷ്ട്രീയ ചർച്ചകൾ കൊണ്ടുവരരുത്, അതിൻ്റെ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ ഒന്നും ഈ ഗ്രൂപ്പിൽ ഇടരുത് എന്നുള്ളത്. അതായത് അവിടെ രാഷ്ട്രീയമില്ല, മതമോ ജാതിയോ കൊടിയുടെ നിറമോ ഒന്നുമില്ല. ഒറ്റക്കെട്ട് എന്നുള്ളതാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രത്യേകത. ഒന്നിച്ചു നിന്ന എല്ലാത്തിനെയും നേരിടാം എന്നാണ് അവർ പറയുന്നത്. 2018 മുതലുള്ള പ്രളയം നമ്മളെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി ഓരോരുത്തരായിട്ടാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ പത്തനംതിട്ടയും അതുപോലെ തന്നെ കോട്ടയവും ഒക്കെ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ, അതായത് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക്, കേരളത്തിന്റെ സൈന്യം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് മെസ്സേജുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന പ്രദേശത്ത് പ്രശ്നമുണ്ട്, അവിടെ ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അവിടങ്ങളിലേക്കൊക്കെ ആ മനുഷ്യരങ്ങ് ഇറങ്ങുകയാണെന്നേ, ഒരു സൈന്യത്തെ പോലെ. അവിടെയാണ് നമ്മൾ കൊല്ലത്ത് നടന്ന, അതായത് ഇത്രത്തോളം വലിയ ഒരു സഹായം കേരളത്തിന് ചെയ്യുന്ന ആ മനുഷ്യരെ നമ്മൾ കൊല്ലത്ത് തല്ലുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നത്. മാധ്യമങ്ങൾ പോലും ആക്ഷേപിച്ചുകൊണ്ടാണ് ആ വാർത്തകളൊക്കെ കൊടുക്കുന്നത്. അതായത് കൊല്ലംകാർക്ക് തല്ലാൻ മാത്രമേ അറിയാവൂ എന്നൊക്കെ. എന്നാൽ ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കൊല്ലത്ത് നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങിയപ്പോൾ കൊല്ലം വലിയ അഭിമാനത്തിലാണ്. അവർ തല ഉയർത്തിപ്പിടിക്കുകയാണ്. ഞങ്ങൾക്ക് തല്ലാൻ മാത്രമല്ല, തലോടാനും രക്ഷിക്കാനും ഒക്കെ അറിയാമെന്നാണ് സോഷ്യൽ മീഡിയയിൽ അവർ കമൻറ്റുകൾ ഇടുന്നത്. കാരണം അവരുടെ ദിവസമാണ്, അവരുടെ സമയമാണ് ഇപ്പോൾ. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി രക്ഷകരായിട്ടാണ് അവർ നിൽക്കുന്നത്. നിസ്സാര ജോലിയൊന്നും അല്ല അവർ ചെയ്യുന്നത്. ഇവിടെയാണ് പപ്പടത്തിനും ലേസിനും കപ്പലണ്ടിക്കും വേണ്ടിയൊക്കെ നടന്ന അടിയുടെ പേരിൽ നമ്മൾ കൊല്ലംകാരെ പലപ്പോഴും ട്രോളുന്നത്.